സി-ടെറ്റിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ സി-ടെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? സി-ടെറ്റ് വേഴ്സസ് കെ-ടെറ്റ് അതായത് രണ്ടും ഒരേ സമയം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ? കോമൺ ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് വരുന്നുണ്ടോ? ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി-ടെറ്റ് വേഴ്സസ് കെ-ടെറ്റ് അതായത് സി-ടെറ്റിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സി-ടെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കെ-ടെറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കെ-ടെറ്റ് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കെ-ടെറ്റും സി-ടെറ്റും നമുക്ക് ഒരേ സമയം തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, അതോ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം സി-ടെറ്റ് എന്ന് പറയുന്ന എക്സാം സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാം ആണ്. CBSE ആണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. രണ്ട് പേപ്പേഴ്സ് ആണ് സി-ടെറ്റിന് വരുന്നത്. സി-ടെറ്റ് പേപ്പർ 1ഉം സി-ടെറ്റ് പേപ്പർ 2ഉം. സി-ടെറ്റ് പേപ്പർ 1 എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ആ എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത് TTC അല്ലെങ്കിൽ DLED ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. സി-ടെറ്റ് പേപ്പർ 2 എന്ന് പറയുന്നത് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫയിങ് എക്സാം ആണ് സി-ടെറ്റ് പേപ്പർ 2 എന്ന് പറയുന്നത്. അവിടെ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സി-ടെറ്റ് പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസും സി-ടെറ്റ് പേപ്പർ 2 സോഷ്യൽ സയൻസും. അപ്പോൾ നിങ്ങളൊരു സയൻസ് അല്ലെങ്കിൽ മാത്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സി-ടെറ്റ് പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. അല്ല അതർ സബ്ജക്ട്സ് ആണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം. ഈ സി-ടെറ്റ് 2 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള എക്സാം ആണെന്ന് പറഞ്ഞു. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് TGT പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. അതുപോലെ കെ-ടെറ്റിന്റെ കാര്യം വരുമ്പോൾ കെ-ടെറ്റ് 1 ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ LPSA എക്സാമിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ കെ-ടെറ്റ് കാറ്റഗറി 2 ആണ് എന്നുണ്ടെങ്കിൽ UPSAക്ക് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പം കെ-ടെറ്റ് 1 എന്ന് പറയുമ്പോൾ TTC അല്ലെങ്കിൽ DLED ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ കെ-ടെറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ DLEDകാർക്കും ഒപ്പം BEDകാർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി സി-ടെറ്റ് വേഴ്സസ് കെ-ടെറ്റ് അതായത് രണ്ടും ഒരേ സമയം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ? കോമൺ ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് വരുന്നുണ്ടോ? സെയിം പ്രിപ്പറേഷൻ നമുക്ക് അതായത് സി-ടെറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ-ടെറ്റ് കൂടി എഴുതാൻ സാധിക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കെ-ടെറ്റ് 1ഉം സി-ടെറ്റ് 1ഉം സെയിം ആണ്. അതായത് സി-ടെറ്റ് പേപ്പർ 1 ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് കെ-ടെറ്റ് കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സി-ടെറ്റ് കാറ്റഗറി 2 ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ കെ-ടെറ്റ് കാറ്റഗറി 2 സെപ്പറേറ്റ്ലി ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സി-ടെറ്റിന്റെ എക്സാം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലെ എക്സാമുകൾ, ടീച്ചിങ് എക്സാമുകൾ നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾ LPSA, UPSA എക്സാമുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നിരവധി നോട്ടിഫിക്കേഷൻസ് വന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത്. KVയുടെ നോട്ടിഫിക്കേഷൻ, നവോദയ വിദ്യാലയ, അതുപോലെ തന്നെ ആർമി സ്കൂളുകൾ, ഏകലവ്യ സ്കൂളുകൾ, അങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ പലരും അതിനെപ്പറ്റി അവയർ അല്ലാത്തത് കൊണ്ടാണ് ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സായി പോകുന്നത്. ഇനി കെ-ടെറ്റ് ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ കെ-ടെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചിങ് ജോബുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് LPSA, UPSA എക്സാമിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കെ-ടെറ്റ് കാറ്റഗറി 1 ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ LPSAയും, കെ-ടെറ്റ് കാറ്റഗറി 2 ആണെങ്കിൽ UPSAയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള സംശയമായിരിക്കും സി-ടെറ്റും കെ-ടെറ്റും ഒരേ സമയം എഴുതാൻ സാധിക്കുമോ? അതായത് അടുത്തടുത്തായിട്ടാണ് ഈ എക്സാമുകൾ നടക്കുന്നത്. ഇപ്പോൾ ഇത്തവണ വന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ സി-ടെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, എക്സാം വരുന്നത് ഫെബ്രുവരി 8-നാണ്. കെ-ടെറ്റിന്റെ നോട്ടിഫിക്കേഷനും വന്നു, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12-ാം തീയതിയാണ്, ജാനുവരി 12 ആണ്. എക്സാം വരുന്നത് ഫെബ്രുവരിയിലാണ്, അതായത് ഈ ഒരു 8-ാം തീയതിക്ക് ശേഷമാണ് എക്സാം വരുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സമയങ്ങളിലായി നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ സി-ടെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് കെ-ടെറ്റ് ഇത്തവണത്തെ എഴുതാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. കാരണം കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. സി-ടെറ്റ് പേപ്പർ 1ന് പ്രിപ്പയർ ചെയ്യുന്ന
ഒരാൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതേ സൈക്കോളജി തന്നെയാണ് കേട്ടറ്റിലും വരുന്നത്. പക്ഷെ അവിടുത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിടെറ്റ് കുറച്ചും കൂടെ ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കേട്ടറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സിടെറ്റിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അതായത് ആസ് എ ടീച്ചർ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെ ആ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂം എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിടെറ്റ് പേപ്പർ 1-ന് ലാംഗ്വേജസ് പഠിക്കാനുണ്ട്, കേട്ടറ്റിനും പഠിക്കാനുണ്ട്. പക്ഷെ കേട്ടറ്റിലാവുമ്പോൾ ലാംഗ്വേജസിൽ ഗ്രാമറും കൂടെ പഠിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ സിടെറ്റിൽ ഗ്രാമറിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, പെഡഗോഗിയാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. പിന്നെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ ഇവിടെയും നമുക്ക് മാത്സും സയൻസും പഠിക്കാനുണ്ട്, കേട്ടറ്റിലും പഠിക്കാനുണ്ട്. പക്ഷേ സിടെറ്റിന്റെ മാത്സ് ആൻഡ് സയൻസ് എന്ന് പറയുമ്പോൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇതുവരെയും ചോദിച്ചിട്ടില്ല. കേട്ടറ്റ് ആവുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. പക്ഷേ നിങ്ങൾ സിടെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നു, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. കേട്ടറ്റ് ആണ് എഴുതുന്നത്, വീണ്ടും നിങ്ങൾ കേട്ടറ്റ് എക്സാമിനും കൂടെ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ SCERT ബുക്ക് കൂടെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ സിടെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റും ആ ആൾക്ക് അപ്പിയർ ചെയ്യാവുന്നതേ ഉള്ളൂ എക്സാമിന്. രണ്ടും ഒരേ സമയങ്ങളിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് കോമൺ ആയ കുറേ ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ രണ്ട് എക്സാം നമുക്ക് ഒറ്റ തവണ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പേപ്പർ 2-ലോട്ട് വരുമ്പോൾ സിടെറ്റ് പേപ്പർ 2 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്, ഒപ്പം നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന മാത്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ലാംഗ്വേജസും വരുന്നുണ്ട്. അപ്പം ഈ സൈക്കോളജി എന്ന് പറയുന്നത് എലമെന്ററി സൈക്കോളജിയാണ് വരുന്നത്. അപ്പം ഇവിടെയും കേട്ടറ്റിലും അതേ സൈക്കോളജി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇവിടെ അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത്. കേട്ടറ്റിലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് സിടെറ്റിലാണ്. പിന്നെ നമ്മൾ സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് മാത്സ് ആൻഡ് സയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 6, 7, 8 ക്ലാസ്സുകളിലെ ടോപ്പിക്കാണ് വരുന്നത്. അപ്പം ഇവിടെ ജോമെട്രി ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ അത് പക്ക NCERT ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോൾ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ 6, 7, 8 ക്ലാസ്സുകളിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്തിലോട്ടോ അല്ലെങ്കിൽ ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും സിടെറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതുവരെയും ചോദിച്ചിട്ടില്ല, വളരെ കുറവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അവിടെ നമുക്ക് പാരലോഗ്രാം, ട്രയാങ്കിൾസ്, ട്രപ്പീസിയം അങ്ങനെയുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ മെൻസുറേഷന്റെ ഭാഗങ്ങൾ, ഏരിയ, വോളിയം, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും ഈ ഒരു 6, 7, 8 ക്ലാസ്സുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ. ഇനി കേട്ടറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്, സയൻസും പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ജോമെട്രി ഒക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്, ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 6, 7, 8 ക്ലാസ്സുകളിലെ NCERT നമ്മൾ സിടെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. കേട്ടറ്റിന്റെ കേസിൽ വരുമ്പോൾ SCERT ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സിടെറ്റ് പേപ്പർ 2-ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ കേട്ടറ്റും കൂടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടന്റുകൾ എല്ലാം സെയിം തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ സിടെറ്റിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്, കേട്ടറ്റിന് SCERT ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പെഡഗോഗി സിടെറ്റ് 1-നും വരുന്നുണ്ട്, സിടെറ്റ് 2-ലും വരുന്നുണ്ട്. പെഡഗോഗി എല്ലാത്തിലും സെയിം തന്നെയാണ്. പിന്നെ സിടെറ്റിലാണെങ്കിൽ കൂടുതലായിട്ട് എഡ്യൂക്കേഷണൽ സ്കീമുകൾ റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ചോദിക്കാറുണ്ട്. കേട്ടറ്റിലും നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ കേട്ടറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിടെറ്റിന് ചോദിച്ച പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിടെറ്റിന് ഒരു നമ്മൾ വൃത്തിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ പ്രിപ്പറേഷനിലൂടെ തന്നെ നമുക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സിടെറ്റിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ സിടെറ്റിന് അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഇത്തവണത്തെ കേട്ടറ്റിനും കൂടെ നിങ്ങൾ അപേക്ഷിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷനും കൂടെ ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ CTET ക്വാളിഫൈ ചെയ്യുമ്പോൾ ഡബിൾ ബെനിഫിറ്റ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുകളും സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ KTET ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുകൾ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം CTET-ന് ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ KTET-നും കൂടെ അപ്ലൈ ചെയ്യുക. അതിനുള്ള പ്രിപ്പറേഷൻസും കൂടെ ഇതിനോടൊപ്പം തന്നെ നടത്തുക. അപ്പം ഇനി നമുക്ക് വരുന്ന ഒരു ടീച്ചിങ് എക്സാം എന്ന് പറയുന്നത് കേരള PSCയുടെ LPSC UPSC എക്സാമുകളൊക്കെ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ CTET-നോടൊപ്പം തന്നെ KTET-ഉം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ KTET-നാണ് ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ ഇനി വരുന്ന CTET-ഉം കൂടെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നിരവധി ടീച്ചിങ് എക്സാമുകൾ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടക്കുന്ന എക്സാമുകളും കൂടെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കൂടെ ഇതോടൊപ്പം തന്നെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് CCയിൽ CTET-ന്റെയും KTET-ന്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ക്വാളിഫയിങ് എക്സാമുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. ലൈവ് സെഷൻസിൽ നമ്മൾ PYQs ഡിസ്കസ് ചെയ്യും. ഒപ്പം നിങ്ങളുടെ ഡൗട്ടും കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്വാളിഫയിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതെല്ലാം നമ്മൾ നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. CTET-ന് അപേക്ഷിച്ചവരാണെങ്കിൽ KTET-നും കൂടെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്